ശ്യാമയ്ക്കൊരു ആപത്ത് വന്നപ്പോ ശാലിനി ഇളയ മോളെ നമ്മളെ ഏൽപ്പിച്ച് മൂത്ത മോളെ നോക്കാൻ പോയി നിൽക്കുന്നു. അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ. അങ്ങനെ എനിക്ക് കാണാൻ പറ്റൂ. അല്ലാതെ ഗോപാലേട്ടനെ പോലെ ആൺകുഞ്ഞിനെ കൊതിച്ച് പെൺകുഞ്ഞുണ്ടായപ്പോ ഭാരമായി കരുതുന്നവർക്കേ അത് മനസ്സിലാവില്ല. എത്ര പറഞ്ഞാലും. നിക്ക്, പോവാൻ വരട്ടെ. തായിരിക്ക്. നിക്ക്. അല്ല, വിഷ്ണുട്ടിന് കാപ്പി എടുത്തു തരാൻ. അതിനെ കൂടെ പൊന്നിയുണ്ടല്ലോ. താത് നോക്കണ്ട, താൻ അവിടെ ഇരിക്കും. എനിക്ക് കുറിച്ച് സംസാരിക്കാണ്ട്. എന്തിനാ താൻ എന്നോട് ഈ കള്ളക്കളിയൊക്കെ കളിക്കുന്നത്? കള്ളക്കളിയോ? അതെ, താൻ ഒരാളാണ് അമ്മയെ വിളിച്ച് റൂമിലേക്ക് കൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. ഞാനോ? ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? അത് സത്യമ്മ സ്വയം വന്നതാ. ഞാൻ വിശ്വസിച്ചു. ഉറങ്ങിക്കിടന്നമ്മ സ്വപ്നാണോ നടത്തിയിട്ട് തന്നെയും കൂട്ടുപിടിച്ചിട്ട് റൂമിലേക്ക് കയറി വന്നു അല്ലേ? വിഷ്ണുട്ടാ, എന്നെ വെറുതെ പരിഹസിക്കാനും ഇതിൽ പിടിച്ചിടാനും നിൽക്കണ്ട. ഇന്നലെ രാത്രി നടന്ന സംഭവത്തിൽ എനിക്കൊരു പങ്കുമില്ല. യാദൃശ്ചികമായിട്ടാ സത്യമ്മയുടെ കൂടെ ഞാനും വന്നത്. സത്യം പറഞ്ഞ നിങ്ങളെ രണ്ടാളോട് ഒരുമിച്ചുണ്ടാകും എന്നുള്ളൊരു ഊഹം പോലും എനിക്കുണ്ടായിരുന്നില്ല. അതെനിക്കറിയായിരുന്നെങ്കിൽ സത്യമെ തടയാനല്ലേ ഞാൻ ശ്രമിക്കൂ. നിർത്ത്. കൂടുതൽ പറഞ്ഞങ്ങ് കയറണമെന്നില്ല കേട്ടാ. എല്ലാം എന്റെ ഒരാളുടെ തെറ്റാ. അന്ന് ആ മലമുകളിൽ ചാടി ചാവാൻ പോയ തന്നെ ഞാൻ തടയാൻ പാടില്ലായിരുന്നു. എന്റെ മനുഷ്യത്വം അതിനെ അനുവദിച്ചില്ല. 14 ദിവസത്തിന്റെ അവധിയും പറഞ്ഞ് ഒരു കല്യാണ നാടകം കൂടി താൻ പറഞ്ഞപ്പോ ഏതൊരു ദുർബല നിമിഷത്തിൽ ഞാൻ അതൊക്കെ സമ്മതിച്ചു പോയി. തെറ്റെന്റെ ഭാഗത്താ, വലിയ തെറ്റ്. വിഷ്ണുട്ടാ, എന്നെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. അന്ന് നമ്മൾ രണ്ടുപേരും ആത്മഹത്യയുടെ വക്കിലായിരുന്നു എന്നുള്ളതാ സത്യം. അത് ഒഴിവാക്കാനായിട്ടാ നമ്മൾ രണ്ടുപേരും പരസ്പരം വേണ്ട, നിർത്ത്. പഴങ്ങൊന്നും വേണ്ട. ഇനി എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്താ? കാപ്പി എടുക്കട്ടേന്ന് ചോദിക്കാൻ. വേണ്ട, കാപ്പി വേണമെങ്കിൽ ഞാൻ പറയാം. തന്നെ ഒന്ന് പുറത്തേക്ക് വന്ന് സംസാരിച്ച് തീർന്നിട്ടില്ല ഞാൻ. ഇന്ന് കുറച്ച് കാര്യങ്ങൾക്ക് തീർപ്പാക്കാണ്ട്. താൻ വാ. അല്ല, ഈ ഹർഷൻ എപ്പോ വരും? എന്തേ കാത് കേട്ടൂടെ? ഹർഷൻ എപ്പോ വരും? അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്ന് വരുമെന്ന്. ഞാൻ പലവട്ടം വിളിച്ചതാ. 3-4 ദിവസമായി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. വല്ല അസുഖവും വന്നോന്നാ എന്റെ സംശയം. അയാളുടെ അസുഖത എന്റെ മുന്നിൽ നിൽക്കുമല്ലേ? വല്ലവന്റെ അസുഖം ഞാൻ എടുത്ത് തലയിൽ വെക്കുകയും ചെയ്തു. അതാണല്ലോ എനിക്ക് പറ്റിയ തെറ്റ്. വിഷ്ണുട്ടാ, മതി. ഇതിപ്പോ വീണ്ടും വീണ്ടും ഉള്ള ഈ പരിഹാസവും കുത്തുവാക്കുകളും മുൻപിങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ.
ഇപ്പോഴെന്താ എന്നെ ഇങ്ങനെ ശത്രുവായിട്ട് കാണാൻ? എനിക്കങ്ങനെ ആരോട് ശത്രുവൊന്നുമില്ല. ഉണ്ട്. വിഷ്ണുവേട്ടന് ഇപ്പൊ എന്നെ സംശയം ഞാൻ ശാലിനിയും വിഷ്ണുവേട്ടനുമായുള്ള ബന്ധം തകർക്കാൻ ശ്രമിക്കുകയാണോന്ന്. എന്നാ കേട്ടോ, ഇന്നലെ ഞാൻ പറഞ്ഞത് സത്യമാ. ഞാൻ അങ്ങോട്ടല്ല, എന്നെ ഇങ്ങോട്ടാ ശാലിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. ഒരാളെന്നെ തല്ലുന്നത് ആദ്യമായിട്ടാ, അതും എനിക്ക് അന്യായിട്ടുള്ളൊരു സ്ത്രീ. ഞാനിതൊക്കെ സഹിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത് വിഷ്ണുവേട്ടന് വേണ്ടി മാത്രമാണ്. പക്ഷേ വിഷ്ണുവേട്ടൻ എന്നെ അന്യായി കാണുകയാണെങ്കിൽ പഴയ ആത്മഹത്യ മുനമ്പിലേക്ക് പോകാൻ ഇനി എനിക്കറിയാം. വിഷ്ണുവേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. ദേ ഇപ്പൊ തന്നെ പോവാൻ ഞാൻ. അതെ, തന്നെ ചാവാനാണെങ്കിൽ അന്ന് എനിക്ക് അയക്കായിരുന്നു. ഇന്നലെ രാത്രി മുതൽ തന്നോട് എനിക്കൊരു അതൃപ്തി തോന്നി തുടങ്ങി എന്നുള്ളത് സത്യമാണ്. ഒന്നേ എനിക്ക് പറയുള്ളൂ, തനിക്കറിയാലോ, ആരുടെ തെറ്റാണെങ്കിലും ശാലിയുടെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ നെഞ്ചു പൊള്ളും. താനായിട്ടും അവളോടൊരു മുഷ്പിന് നിൽക്കരുത്. പിന്നെ ആ ഹർഷനോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം, കേട്ടല്ലോ. നമ്മൾ തുടങ്ങി വെച്ച നാടകം അവസാനിപ്പിക്കാൻ സമയമായി. ഈ അരങ്ങ് കൂടുതൽ മുഷിനാലേ കാണികൾ കൂവി തുടങ്ങും. നമുക്കത് ചെയ്യണ്ട. ഈ നാടകം അങ്ങനെ പെട്ടെന്ന് അവസാനിക്കില്ല വിഷ്ണുവേട്ടാ. നിങ്ങളുടെ നായികയിലെ ആ കളക്ടർ കൊച്ചമ്മ, അവളടിച്ച അടിയുടെ വേദന ഇപ്പോഴും ഉണ്ട് എൻ്റെ ഈ കവിളത്ത്. അതിന് അവൾക്കുള്ള മറുപടി ഞാൻ കൊടുക്കാൻ പോകുന്നത് കവിളത്തല്ല, നെഞ്ചിനുള്ളില. പെടയ്ക്കണോ അവള്? അത് നേരിട്ട് കണ്ടിട്ടേ ഞാൻ ഈ നാടകത്തിന് കർട്ടനിടാൻ സമ്മതിക്കൂ. ഞാൻ കാർത്തികയ. മനസ്സ് നൊന്താ കത്തിച്ചിട്ടേ ഞാൻ അവസാനിപ്പിക്കൂ, കത്തിച്ച് ചാമ്പലാക്കിയിട്ട്. നിനക്കിനി നിൽക്കാനുള്ള ഏക സ്ഥലം ഇപ്പൊ നിൽക്കുന്ന ആ സത്യാമ്മയുടെ വീട് തന്നെയാ. എടി കൊച്ചെ, ഈ അഭിനയവും ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് നീ അങ്ങ് ഇടിച്ചു കയറാൻ പോകുന്നു. ഹലോ, ഞാൻ കാർത്തികയ. എൻ്റേതൊരു മോശം ഫോണൊന്നുമല്ല. നീ കാർത്തികയാണെന്നൊക്കെ ഇതിനകത്ത് എഴുതി വരും. ഇപ്പൊ വിളിച്ച കാര്യം പറ. പുതിയതായിട്ട് പ്രശ്നം വല്ലതും ഉണ്ടോ അവിടെ? പുതിയ പ്രശ്നം വിഷ്ണുവേട്ടനാ. ആളിന്റെ ആറ്റിറ്റ്യൂഡിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആണോ? അതെന്താ ഇപ്പൊ അങ്ങനെ? നീ കാര്യം എന്താണെന്ന് വിശദമായിട്ട് പറയ് കാർത്തികേ. ഇതിപ്പോ നീ പറഞ്ഞത് കേൾക്കുമ്പോ വിഷ്ണുവിന്റെ റിയാക്ഷൻ സാധാരണയാണെന്ന് എനിക്ക് തോന്നുന്നേ. അയാൾക്ക് അവളോടൊപ്പം ചിലവഴിക്കാൻ കിട്ടിയ ഒരു അവസരം നീയായിട്ട് നശിപ്പിച്ചില്ലേ? അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ നിന്നോട് കാണിച്ചു, അത്ര തന്നെ. എനിക്കും അത് തോന്നുന്നുണ്ട്. പക്ഷേ പെട്ടെന്നൊരു ചേഞ്ച് ഓവർ വന്നപ്പോ ഞാനൊന്ന് കൺഫ്യൂഷനായി. നീ എന്തായാലും വിളിച്ചത് നന്നായി. ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒരവസരത്തിലും ഓവർ റിയാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അതിന്റെ റിസൾട്ട് ചിലപ്പോ നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കണമെന്നില്ല.
തൽക്കാലം ചെറിയ തട്ടലും മുട്ടലും ഒന്നും വകവെക്കാതെ ജസ്റ്റ് പ്രൊസീഡ്. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ? ഇപ്പൊ നീ ഫോൺ വെച്ചോ. നീ രഹസ്യമായിട്ട് ഫോൺ വിളിക്കുന്നത് മറ്റാരും ഇനി കാണണ്ട. അല്ലെങ്കിൽ തന്നെ ആ കളക്ടർ രാക്ഷസിക്ക് കണ്ണും കാതും ഒക്കെ കുറച്ച് കൂടുതലാ. നീ ഫോൺ വെച്ചോ. കളക്ടർ രാക്ഷസി, ആ പേര് കൊള്ളാം. ശാലിനിക്ക് പറ്റിയ പേര്. കളിയും ചിരിയും നടത്തും ഇവൾക്കാരാ ഇവിടുത്തെ പരിചയക്കാരൻ? നേരിട്ട് എത്ര ശ്രമിച്ചിട്ടും അവളുടെ രഹസ്യം പൊളിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ഒരു വഴി? പറഞ്ഞോളൂ മാഡം. ഞാൻ ഫോണിലേക്കൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. കാർത്തിക, വിഷ്ണുവേട്ടൻ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന പെൺകുട്ടി. ഞാൻ നോക്കട്ടെ മാഡം. ഒരു 100 കള്ളങ്ങളും കൊണ്ട് അവളിപ്പോൾ സത്യാമ്മയ്ക്കൊപ്പം കൂടിയിരിക്കുന്നത്. ഫുൾ ബാക്ക്ഗ്രൗണ്ടും മറച്ചു വെച്ചുകൊണ്ട്. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ മാഡം. ഹലോ. പറഞ്ഞു അനു. ഓ, ഇതാണല്ലേ കാർത്തിക. മാഡം പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ എന്താ മാഡം ചെയ്യേണ്ടത്? ഇവൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെ ഒരിക്കലും വിശ്വസിക്കാനാവാത്ത കഥകൾ. ഒരു പെണ്ണിന് സിമ്പതി കിട്ടാൻ പറ്റുന്ന സ്ഥിരം ക്ലീഷേ സാധനങ്ങൾ നിറച്ച ഒരു മസാല കഥ. അനാഥാലയത്തിലാണ് ജനനം, അച്ഛനും അമ്മയും ഇല്ല. അങ്ങനെ സെന്റിമെന്റൽ ആയിട്ടുള്ള കുറെ വാക്കുകൾ കൂട്ടിച്ചേർത്തുള്ള കേൾക്കുന്നവരുടെ ചങ്ക് തകർന്നു പോകുന്ന തരത്തിലുള്ള വിവരണവും. എന്നെ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന സത്യാമ്മയ്ക്ക് കിട്ടിയ തുറുപ്പ് ചീട്ട്. സത്യത്തിൽ അതാണ് കാർത്തിക. അനു ചെയ്യേണ്ടത് ഇതാണ്. ഇവള് പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോന്ന് നമുക്കറിയണം. അതിനു വേണ്ടത് എന്താണോ അതൊക്കെ ചെയ്യണം. അനാഥാലയങ്ങളിലും ആശ്രമങ്ങളിലും ഒരു അന്വേഷണം നടത്തണം. പിന്നെ ഇവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്ന് തിരയണം. ഒരുപക്ഷെ അതിൽ നിന്നും സൂചന കിട്ടിയേക്കാം. പിന്നെ ഒരു കുടുംബത്തെ മുഴുവൻ കബളിപ്പിച്ചിവിടെ കയറിപ്പറ്റിയ പാർട്ടിയാ. ഇവളെക്കുറിച്ചുള്ള അന്വേഷണത്തിനും ആ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാവണം. ഇല്ലെങ്കിൽ അവള് കളി മാറ്റിപ്പിടിക്കും. എനിക്ക് മനസ്സിലായി മാഡം, ഞാനത് ശ്രദ്ധിച്ചോളാം. എങ്കിൽ എത്രയും പെട്ടെന്ന് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ മാഡം. ശരി. എല്ലാരും പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ. എവിടെയായിരുന്നു സത്യ ഇത്രയും നേരം? മിസ് കാണാതെ വരാൻ പറ്റണ്ടേ പപ്പി?
കഴിക്കുന്ന ദോശയാണോ? അതെ. ഇന്നത്തെ ഭക്ഷണം എന്റെ ചേച്ചിയമ്മ ഉണ്ടാക്കിയതാ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ ചേച്ചിയമ്മയില്ലേ, ചേച്ചിയമ്മ. ചേച്ചിയമ്മയെ വിഷമിപ്പിക്കാതെ പപ്പിമോള് ചേച്ചിയമ്മയ്ക്ക് വാക്ക് തരണം. ചേച്ചിയമ്മ പറയാതെ സത്യയോട് ഈ വിവരം പറയില്ലെന്ന്. ചേച്ചിയമ്മയുടെ പൊന്നുമോളല്ലേ സത്യം ചെയ്തതാ. ശരി, സമ്മതിച്ചു. എന്താ പപ്പി ചേച്ചിയമ്മ? ഒന്നുമില്ല. അയ്യേ, ഇത് മൊത്തം ഉപ്പാ. ഉപ്പോ? അതേന്ന്. പപ്പി ഒന്ന് കഴിച്ചു നോക്കിയേ. ദാ. ശരിയാണല്ലോ, ഇതില് ശരിക്കും ഉപ്പാ. നീ പറഞ്ഞ ശരിയാ. അറിയാതെ ശാന്താന്റി ശാരദാമ്മ മാറി മാറി ഉപ്പിട്ട് കാണും. അമ്മയില്ലാത്ത കുറവാ. എന്റെ അമ്മ ഒരു ഓഫീസ് ടൂറിലാ ഗോവയില്. എപ്പോഴാ വരാന്നറിയില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും? പപ്പി കഴിച്ചോ? സത്യം കഴിക്കാതെ ഞാൻ കഴിക്കില്ല. നമുക്ക് ഈ ഫുഡ് ഷെയർ ചെയ്ത് കഴിച്ചാലോ? അപ്പൊ പപ്പിയുടെ വിശപ്പ് മാറോ? സത്യയുടെ വിശപ്പ് മാറിയാ എന്റെയും വിശപ്പ് മാറും. സത്യ ഇത് ഇപ്പൊ മാറ്റി വെക്ക്. സത്യ, എന്നാ പിന്നെ ഞാനും വാരിത്തരാം. എന്താ സത്യ, ഈ ഫുഡ് ആരുണ്ടാക്കിയതാന്നാ പറഞ്ഞേ? എന്റെ ചേച്ചിയമ്മ. ചേച്ചിയമ്മയുടെ ഫുഡൊക്കെ അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ദോശ മാത്രമല്ല, എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റിലുണ്ടാക്കും. വീട്ടിലെ എല്ലാവർക്കും ചേച്ചിയമ്മ ഉണ്ടാക്കുന്നതാ ഇഷ്ടം. സത്യാമ്മയ്ക്കും അങ്ങനെയാ, പക്ഷെ പറയില്ല. ഇത് കഴിച്ചപ്പോ എനിക്ക് എന്റെ അമ്മ ഓർമ്മ വന്നത്. അമ്മ ഉണ്ടാക്കുന്നതും ഇതേ രുചിയില്ല. അമ്മ ഓഫീസ് ടൂർ പോയതിൽ സത്യക്ക് വിഷമമുണ്ടല്ലേ? എന്തെങ്കിലും നല്ല കാര്യത്തിനായിട്ട് പോയതായിരിക്കും. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വിളിക്കാം. എന്താ? വിളിക്കാം. എന്നാ വേഗം കഴിക്കേ. ഇതൊന്ന് ഇറക്കട്ടെ. ഞാൻ സഹായിക്കണ പൊന്നി? ഓ വേണ്ട കുഞ്ഞെ, ഇതെനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. സത്യമോള് അമ്മയെ കാണാതെ ഇങ്ങനെ നിൽക്കോ കുഞ്ഞെ? അവൾക്കതൊക്കെ ശീലമായി പൊന്നി. അവൾക്കറിയാം എന്റെ ജോലി തിരക്കുകളൊക്കെ. പിന്നെ കുസൃതി ഒരല്പം കൂടുതലായതുകൊണ്ട് ഞാനില്ലെങ്കിൽ അവൾ അമ്മയും അച്ഛനെയും ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. രണ്ടുപേരും കൂടി പുന്നാരിച്ച് വഷളാക്കി വെച്ചിരിക്കെ. അത് കുഞ്ഞു പറഞ്ഞത് ശരിയാ. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി വളർത്തുന്ന പിള്ളേർക്ക് ഒരല്പം മുൻശുണ്ടി കൂടുതലാണെന്ന് പഴമക്കാര് പറയും. അത് ശരിയാ. കാരണം എന്തെന്നറിയോ? കുട്ടികളെ അവര് മാക്സിമം കൊഞ്ചിച്ചല്ലേ വളർത്തു. മക്കൾക്ക് കൊടുക്കാത്ത സ്നേഹമെല്ലാം കൂട്ടിവെച്ച് അവര് കൊച്ചുമക്കൾക്ക് കൊടുക്കും. അത് എല്ലായിടത്തും അങ്ങനെയാ. നമ്മളൊരു വടിയെടുത്തടിക്കാൻ ഇവര് സമ്മതിക്കുവോ?
അവിടെ സത്യം അടികൂടുന്നത് അമ്മയുടെ അടുത്താ. അമ്മ എന്തുണ്ടാക്കി കൊടുത്താലും എത്ര രുചിയുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റം അവള് കണ്ടുപിടിക്കും. പഴയ ശാലിനി അവളെന്നാ അമ്മ തമാശയ്ക്ക് പറയാ. ഈ മാറി നിൽക്കുന്നതിൽ അപ്പൊ ചെറിയൊരു പരിഭവം കാണും. ചെറിയ പരിഭവമൊന്നുമല്ല, ചെല്ലുമ്പോ കാണാം ഒരു 100 പരാതി ഉണ്ടാവും അവൾക്ക്. കളക്ട്രേറ്റിൽ പോലും കാണില്ല അത്രയും പരാതികള്. ആ ദേ വിളിക്കുന്നുണ്ട്. ലഞ്ച് ബ്രേക്കിന്റെ സമയമായി, അപ്പതേ ഫോൺ ഓണാക്കി വിളിക്കുന്നുണ്ട്. ആ മോളെ. ആ അമ്മേ. ഭക്ഷണമൊക്കെ കഴിഞ്ഞോ മോളെ? ഇന്നത്തെ ഫുഡ് മൊത്തം ബാഡായിരുന്നു അമ്മേ. വായി വെച്ച് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, നിറയെ ഉപ്പ. അയ്യോ, എന്നിട്ട് എന്ത് ചെയ്തു? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നോണ്ട് ഉച്ചയ്ക്ക് പട്ടിണിയായില്ല. പപ്പിയോ? ആ പിന്നല്ലാതെ ആരാ? ദേ എന്റെ അടുത്ത് നിപ്പുണ്ട്. സത്യം, ഫോൺ നമുക്ക് സ്പീക്കറിലിടാം. ആ സ്പീക്കറിലിടാം. ആ പപ്പി മോളെ. ചേച്ചമ്മ